My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നമ്മുടെ ചാനലിൻ്റെ പേര് മൈ സ്പിരിച്വൽ ജേർണി വിത്ത് 777. സോ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിയുടെ ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ടൈമായിരുന്നു. അതായത് നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ പുതിയൊരു ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പാസ്സായി അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് വേറൊരു ഘട്ടത്തിലേക്ക് വരുന്നത് പോലെ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, മൈ സ്പിരിച്വൽ ജേർണി വിത്ത് 777. ഈ വീഡിയോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റഡ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ബിക്കോസ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിലൂടെ ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണി എന്നൊക്കെ പറയുന്നത് നമ്മളെ കൂടുതൽ അടുത്തറിയാണ്, നമ്മുടെ സോളിനെ കൂടുതൽ അടുത്തറിയാണ്. സോൾ പേർപ്പസ്, സോളിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, സോൾ എവിടെ വരണം എന്നുള്ളത്, നമ്മളെവിടെ വരണം, നമ്മളെവിടെ നിൽക്കണം, നമ്മുടെ കർമ്മ എന്താണ്, നമ്മുടെ പാത്ത് എന്താണ്, നമ്മുടെ ലൈഫിൻ്റെ ഒരു ടാസ്ക് എന്താണ്, ചാലഞ്ച് എന്താണ്, ലെസൺ എന്താണ്, അതൊക്കെ കൂടുതൽ മനസ്സിലാക്കുക, അതൊക്കെ ക്ലിയർ ചെയ്യുക. ഓരോ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് വരുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലേക്ക് നമ്മൾ അലൗഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ആൻഡ് എന്തൊക്കെയാണ് നമ്മൾ അവെയർ ആയിട്ടിരിക്കേണ്ടത്. ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുത്തറിഞ്ഞ് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. സോ ഇതൊക്കെ ഞാൻ ഒരു ടൈമിൽ ഇനീഷ്യൽ ടൈമിൽ, എൻ്റെ ലൈഫിൻ്റെ ഒരു ഇനീഷ്യൽ ടൈമിൽ ഞാൻ എന്താണെന്ന് കൂടുതൽ തിരിച്ചറിയുന്ന ഒരു ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നിന്നാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് കണക്ട് ചെയ്യാം, നിങ്ങൾക്കത് എവിടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എവിടെയൊക്കെ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളെ കുറച്ചുകൂടെ ഇവോൾവ് ചെയ്യാൻ, നിങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, നിങ്ങളെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ അത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആത്മീയത്തിലേക്ക് പോവുക എന്നുള്ളതല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് ആത്മീയം മാത്രം ലക്ഷ്യമാക്കി പോവുക എന്നുള്ളതല്ല. നമ്മൾ കൂടുതൽ നമ്മളുടെ പാത്തിലേക്ക് കണക്ട് ചെയ്യാണ്, നമ്മളുടെ ഒരു റൈറ്റ് പവറിലേക്ക് കണക്ട് ചെയ്യാണ്, നമ്മൾ ദൈവത്തിലേക്ക് കണക്ട് ചെയ്യാണ്, നമ്മളിലേക്ക് കണക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, അവിടെ ഓരോ ആളുകളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ സോളാണ് അല്ലേ. ആ സോളിന് അതിൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ലൈഫ് ലെസൺ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സോൾ പേർപ്പസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ പല കാര്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് മോർ ദാൻ ദാറ്റ്, അതുവരെ നമ്മൾ ജീവിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം, അതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അതുവരെ നമ്മൾ വിചാരിച്ച നമ്മളുണ്ടായിരിക്കാം അല്ലേ. എന്താണ് ഈ നമ്മൾ വിചാരിച്ച നമ്മളെന്ന് പറയുന്നത്? ഓരോ വ്യക്തികളും വന്നിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. അവരുടെ ഫാമിലി, പാരൻസ്, പാർട്ട്ണർ, ഫ്രണ്ട്സ്, ഇവരാണ് കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യമാണ് ഒരു വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കുന്നത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലേ. ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ പാരൻസിൻ്റെ ഹാബിറ്റ്സ് ആണ് നമ്മൾ ശീലിക്കുന്നത്. അത് പ്രോബബ്ലി ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് നമുക്കത് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് ആയിക്കൊള്ളണമെന്നില്ല നമ്മളെന്ന് പറയുന്നത് അല്ലേ. നമ്മളുടെ പാരൻസ് അങ്ങനെ ആയതുകൊണ്ട് നമ്മളും അത് അഡാപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ പാരൻസിൻ്റെ വിശ്വാസം അങ്ങനെ ആയതുകൊണ്ട് നമ്മളും അത് അഡാപ്റ്റ് ചെയ്യുന്നു. ഞാൻ അവിടെ വ്യത്യസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു സോളാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയത്താണ് അവിടെ നമ്മൾ കൂടുതൽ നമ്മളെ അടുത്തറിയാൻ തുടങ്ങാം. സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ ജേർണി, സ്പിരിച്വൽ അവേക്കനിങ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിലേക്ക് അലൈൻഡ് ആയിട്ട് വരുള്ളൂ, അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു സിറ്റുവേഷനിൽ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ച് മരിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതേ അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ള എത്രയോ വ്യക്തികൾ നല്ല രീതിയിൽ ലൈഫ് മാറ്റിയെടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. വളരെ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തി, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ഡിസബിലിറ്റി ഉള്ള ആളുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ.
സോ അവിടെ നമ്മൾ എന്താണോ ലിമിറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ പിടിച്ചു വെക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണോ നമ്മളെന്ന് വിചാരിച്ചിട്ടുള്ളത്, അവിടെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്പിരിച്വലി അവേക്കൻ ആവുന്ന സമയത്ത്, നമ്മളുടെ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സകല ഫ്രീഡം കൊടുക്കണം. എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതല്ല, നമ്മളുടെ മനസ്സിൽ തന്നെ വരും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇന്ന ക്രേവ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് CID മൂസയിൽ ബിന്ദു പണിക്കരുടെ ഒരു സീനാണ്. അയ്യോ, മിക്സി എടുക്കണോ, വാഷിംഗ് മെഷീൻ എടുക്കണോ, TV എടുക്കണോ? അങ്ങനെയാണ് നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്ന സമയത്ത് സംഭവിക്കുന്നത്. നമുക്ക് കുറേ ടാലൻസ് ഉണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ലൈഫ് കണക്ട് ചെയ്ത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ടാരോട്ട് റീഡ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. അത് ഈവൻ ടാരോട്ട് റീഡിങ്ങിലേക്കൊക്കെ വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആ ഒരു സൈക്കിക് എബിലിറ്റി, ഇങ്ങനെ കാര്യങ്ങൾ റീഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മേ ബി കുറച്ച് ആളുകളെങ്കിലും വിചാരിക്കുക, ടാരോട്ട് റീഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന ആളുകൾ, വളരെ ആത്മീയമായിട്ട് ജീവിക്കുന്ന ആളുകൾ, അതായത് ലൈഫിൻ്റെ വേറെ ഒരു കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാതെ ആത്മീയത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന ആളുകൾ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്, ഞാൻ എന്നെ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയ സമയത്ത്, ഞാൻ അവിടെ ഓൾറെഡി ഡാൻസ് കളിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ചെറുതാവുന്ന സമയത്തെ ഡാൻസും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഡാൻസ് ചെയ്യാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി. ഇതിലൊന്നും ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളല്ല, ബട്ട് ഇതൊക്കെ എൻ്റെ സോളിനുള്ളൊരു ടാലൻസ് ആണ്. സംസാരിക്കാനുള്ള ടാലൻസ്, പബ്ലിക്കായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ലൈഫ് പേർപ്പസ് ആണ്. അത് ഞാൻ എത്രയോ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ചെറുപ്പത്തിലെ ഈവൻ പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്ന് അറിയാത്തൊരു സ്റ്റേജിൽ തന്നെ എനിക്ക് ആ ഒരു ക്രേവ് ഉണ്ട്, ആരോടൊക്കെയോ സംസാരിക്കണം, പക്ഷെ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് പല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ +2 പഠിക്കുന്ന സമയം മുതൽ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കായിരുന്നു. ബിക്കോസ് അത് ട്യൂഷനേക്കാൾ കൂടുതൽ പഠിപ്പിച്ച് കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ ആളുകളെ കണക്ട് ചെയ്യാണ്, എൻ്റെ നോളേജ് ഷെയർ ചെയ്യാണ്. ആ ഒരു സമയത്ത് ഒരു ഏർണിങ്സിനേക്കാൾ കൂടുതൽ എനിക്ക് ആ ഒരു സമയത്ത് 10-40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ട്യൂഷന് വേണ്ടി. സോ എനിക്ക് ഇവരെ കാണുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, അവരെ എൻകറേജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു. ബട്ട് എനിക്കറിയാം ഇതിലും വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചെയ്യണം. പക്ഷെ എക്സാക്ട്ലി ഞാൻ അതിലേക്ക് എത്തുന്നത് വരെ, ഞാൻ ടാരോട്ട് റീഡിങ്ങിലേക്ക് എത്തുന്നത് വരെ, ലൈഫ് കോച്ചിങ്ങിലേക്ക് എത്തുന്നത് വരെ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് വരെ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ബട്ട് ആ ഒരു ശ്രമം, പല രീതിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു പ്ലേസിൽ എത്തിച്ചേരാൻ. സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞാൽ, ഓക്കെ, പെട്ടെന്നൊരു ദിവസം നമ്മൾ നേരം വെളുത്ത് എണീക്കുന്നത് പോലെ, ഓക്കെ, നിങ്ങൾ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്, ഇവിടെ പോയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ പോയാൽ മതി, ഇത് പോയി എടുത്താൽ മതി, ഇത് പോയി കഴിച്ചാൽ മതി, അങ്ങനെയല്ല. നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ക്രേവ് ഉണ്ടാവും. ആൻഡ് നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, അത് എഴുതാൻ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ്, എഴുതാൻ കഴിവുള്ള ആളാണ്, പാടാൻ കഴിവുള്ള ആളാണ്, ഡാൻസ് കളിക്കാൻ കഴിവുള്ള ഒരാളാണ്, സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്, ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്, സ്വയം എൻജോയ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഞാൻ ഒരുപാട് സ്വയം യാത്ര ചെയ്യുന്ന ഒരാളാണ്, സോളോ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, പല രാജ്യത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണ്. സോ ഇതൊക്കെ എൻ്റെ ഒരു സോളിൻ്റെ പ്രത്യേകതയാണ്. എനിക്കിഷ്ടമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ കൂടുതൽ ഇവോൾവ് ചെയ്യാണ്. മേ ബി നിങ്ങളുടെ ടാലൻസ് വേറെ ആയിരിക്കാം. നിങ്ങളെ സോളിനെ നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളുടെ കഴിവുകൾ പലതും ആയിരിക്കാം. അവിടെ നിങ്ങൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് പെട്ടെന്നൊരു ദിവസം എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു കാര്യമുണ്ട്, എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ഇതിലേക്ക് വരണം. പക്ഷേ നിങ്ങൾ അത് ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളും ആ ഒരു പ്രിപ്പറേഷനിലാണ്. മേ ബി നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു വേർഷൻ കണ്ടിട്ടുണ്ടാവില്ല. സോ അവർ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവില്ല ആ ഒരു കാര്യത്തിന് വേണ്ടി, അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവില്ല ആ ഒരു കാര്യത്തിന് വേണ്ടി. ബിക്കോസ് അവരൊരിക്കലും നിങ്ങളുടെ ആ ഒരു വേർഷൻ കണ്ടിട്ടില്ല. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇതൊക്കെ നിന്നെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഈ കഴിവില്ല, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ
പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ഫ്രണ്ട്സ് വരെ കളിയാക്കായിരിക്കും മേ ബി ആ ഒരു സമയത്ത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സകല ഫ്രീഡവും കൊടുക്കുക. ബിക്കോസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ ജേർണി ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ കഴിവുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു യൂണിക്നെസ് ഉണ്ട്. അതൊരിക്കലും നിങ്ങൾ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാളും വന്ന് എടുക്കില്ല. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അയ്യോ ഞാനിതിൽ ഫെയിൽ ആയി പോവോ, ഞാനിതിൽ സക്സസ് ആവില്ലേ, ആളുകൾ എന്ത് പറയും, എന്നെ കളിയാക്കുമോ, ഞാനിതിലേക്ക് വരണോ, ഒരിക്കലും നിങ്ങൾ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നിങ്ങൾ ആ ഒരു ജേർണിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാണ്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ നിങ്ങൾ എത്രമാത്രം നിങ്ങളെ അലോ ചെയ്യാതിരിക്കുന്നോ അത്രമാത്രം നിങ്ങൾ ഒതുങ്ങി പോവാണ്. അത്രമാത്രം നിങ്ങൾ അതിൻ്റെ ലാക്നെസ് ആണ് കണക്ട് ചെയ്യുക. നിങ്ങൾ എന്തിലേക്കാണോ എത്തേണ്ടത് അതിലേക്ക് നിങ്ങൾ വരാണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അതുവരെ നമ്മളുടെ കൂടെ ഉണ്ടായിട്ടുള്ള ആളുകൾ, അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഈവൻ പാർട്ട്ണർ ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, മേ ബി അവർ നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് നമ്മളുടെ എനർജി ആയിട്ട് അവർക്ക് സിങ്ക് ആവാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് അലൈൻഡ് ആവാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ യാത്രയിലാണ്. മേ ബി ഇതുവരെയുള്ളൂ അവർക്ക് നമ്മുടെ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. കുറച്ച് സമയത്തേക്കായിരിക്കാം അത്, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടായിരിക്കാം അത്. സോ നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോകേണ്ട ഒരു പാത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ആളുകളുമായിട്ട് അക്കമ്പനി ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പീരീഡ് എൻജോയ് ചെയ്യാം. ലൈഫ് ഓരോ മൊമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അത് ആസ്വദിച്ച് അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ആ ഒരു സമയത്താണ് നമുക്ക് നമ്മുടെ കൂടുതൽ ഇവോൾവ് ചെയ്യാൻ സാധിക്കുക. ആ ഒരു സമയത്താണ് നമ്മുടെ ജേർണി യാത്ര ആസ്വദിച്ച് തുടങ്ങുക. ഇതിനെപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കേൾക്കണം എന്നുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.